നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും ഈ വീഡിയോയിലേക്ക് സുസ്വാഗതം. ബില്ലുകൾക്കുള്ള അനുമതി തടഞ്ഞതിന് കേരള സർക്കാർ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനെതിരെ കേസെടുക്കുന്നു. ഇതൊരു അപൂർവമായ സാഹചര്യമാണ്. ഒരു സർക്കാർ ആ ആ രാജ്യത്തിന്റെ തന്നെ പ്രസിഡന്റിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് നൽകുക എന്നുള്ളത്. എന്താണ് അതിലേക്ക് നയിച്ച സാഹചര്യം എന്ന് നമുക്ക് പരിശോധിക്കാം. ബില്ലുകൾ ദീർഘമായും അനിശ്ചിതകാലത്തേക്കും തീർപ്പാക്കാത്തതിനും പിന്നീട് രാഷ്ട്രപതി പരിഗണനയ്ക്കായി മാറ്റിവെച്ചതിനും ആ, ഗവർണർ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഓൾറെഡി ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അഭൂതപൂർവമായ നീക്കത്തിൽ കേരള നിയമസഭ പാസാക്കിയ 4 ബില്ലുകൾ കാരണങ്ങളൊന്നും കൂടാതെ വെളിപ്പെടുത്താതെ അനുമതി അനുമതി തടഞ്ഞുവെച്ച രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെതിരെയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയും ബില്ലുകൾ ദീർഘമായും അനിശ്ചിതകാലത്തേക്കും കേട്ട് അനി കാലത്തേക്കും അനുമതി നിഷേധിച്ചതിനെതിരെ മാർച്ച് 23-ന് ആണ് കേരള ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ കേസ് നൽകിയിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിട്ടിൽ ഇങ്ങനെയാണ് സർക്കാർ വാദിക്കുന്നത്. രാഷ്ട്രപതിയുടെ സെക്രട്ടറി, കേരള ഗവർണറുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്നിവരെയും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭരണഘടനാപരമായ കാര്യങ്ങളിൽ പ്രാവീണ്യമുള്ള മുതിർന്ന അഭിഭാഷകനായ CK ശശിയാണ് ഈ കേസിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ. 11 മുതൽ 24 വരെ മാസങ്ങൾക്ക് മുമ്പ് കേരള നിയമസഭ പാസാക്കിയ ബില്ലുകളുടെ അംഗീകാരം തടഞ്ഞുവെക്കാൻ രാഷ്ട്രപതിയെ ഉപദേശിച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടി ഭരണഘടനയുടെ ഫെഡറൽ ഘടനയെ തകർക്കുന്ന രീതിയിലാണ് എന്നാണ് കേരള സർക്കാരിന്റെ വാദം. ഭരണഘടന പ്രകാരം സ്റ്റേറ്റിനെ ഏൽപ്പിച്ചിട്ടുള്ള സ്റ്റേറ്റ് ലിസ്റ്റിലേക്കുള്ള കടന്നുകയറ്റമാണ് ഇത് എന്നാണ് സർക്കാർ വാദിക്കുന്നത്. ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി മാറ്റിവെക്കുന്നത് ഗവർണർ പറഞ്ഞ കാരണങ്ങൾ ഈ ലിസ്റ്റിലുള്ളത് യൂണിയൻ ലിസ്റ്റുമായോ കൺകറന്റ് ലിസ്റ്റുമായോ യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ തടഞ്ഞുവെക്കാൻ ഐ മീൻ രാഷ്ട്രപതിക്ക് അയക്കേണ്ട യാതൊരു ആവശ്യമില്ലെന്നാണ് സർക്കാർ വാദിക്കുന്നത്. ബില്ലുകൾ തയ്യാറാക്കി അവതരിപ്പിച്ച തിരഞ്ഞെടുക്കപ്പെട്ട എക്സിക്യൂട്ടീവിന്റെയും തുടർന്ന് ബില്ലുകൾ പാസാക്കിയ സംസ്ഥാന സർക്കാർ നിയമസഭയുടെയും പ്രവർത്തനം പൂർണ്ണമായും നിഷ്ഫലമാക്കിയിട്ടാണ് ഈ ഗവർണറുടെ ഭരണഘടന വിഭാവന ചെയ്ത സംസ്ഥാനത്തിന്റെ 3 അവയവങ്ങൾക്കിടയിലുള്ള സൂക്ഷ്മമായ സന്തുലിതാവസ്ഥ അട്ടിമറിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഭരണഘടനയുടെ ഫെഡറൽ ഘടനയെ അട്ടിമറിക്കുന്ന വിധത്തിലുള്ളതാണ്. ഭരണഘടനയിൽ സംസ്ഥാനത്തിന്റെ കീഴിലുള്ള സ്റ്റേറ്റ് ലിസ്റ്റിലെ ബില്ലുകൾ രാഷ്ട്രപതിക്കായി മാറ്റിവെച്ചത് തീർത്തും ഒരു നിയമലംഘനം തന്നെയാണ്. 7 ബില്ലുകൾ റിസർവ് ചെയ്ത ഗവർണർ തീർപ്പാക്കാത്ത 8 ബില്ലുകളിൽ 7 എണ്ണം രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്തത് സുപ്രീം കോടതിയിൽ നിന്നുള്ള തീരുമാനം ഒഴിവാക്കുകയാണ് ഗവർണർ ചെയ്തത്. ഗവർണറുടെ പ്രവർത്തനങ്ങൾ സത്യസന്ധമല്ലാത്തതും നല്ല ഉദ്ദേശത്തോടു കൂടിയല്ലാത്തതുമാണെന്ന് സർക്കാർക്ക് മനസ്സിലായി. അതിനാലാണ് ഈ കേസ് സുപ്രീം കോടതിയിലോട്ട് വെച്ചത്. ബില്ലുകൾ 24 മാസം വരെ തീർപ്പാക്കാതെ ഗവർണർ സംവരണം ചെയ്ത് ഭരണഘടനയുടെ 200-ാം അനുച്ഛേദം പ്രകാരമുള്ള അതായത് ഗവർണറുടെ അധികാരങ്ങൾ, കടമകൾ നിർവഹിക്കുന്നതിൽ നിന്ന് ബോധപൂർവമായി ഒഴിവാവാനുള്ള ശ്രമമായിരുന്നു. അതിനാൽ ബില്ലുകൾക്കുമേലുള്ള രാഷ്ട്രപതിയുടെ പരാമർശം ഭരണഘടനാ വിരുദ്ധമാണെന്നും കണക്കാക്കേണ്ടതാണെന്ന് സർക്കാർ വാദിക്കും. താങ്ക് യു സുഹൃത്തുക്കളെ. ബൈ.